നമ്മുടെ വീട്ടിൽ രാവിലെ ഇടിയപ്പം ഉണ്ടാക്കിയത് മിച്ചം വന്നിട്ടുണ്ടോ? എങ്കിലിതാ നമുക്കൊരു സൂപ്പർ വിഭവം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇടിയപ്പം ബിരിയാണി. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ കുറച്ച് ഇടിയപ്പം എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 3 വലിയ സവോള ചെറുതായി അരിഞ്ഞത്, ഒരു 5 പച്ചമുളക്, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, കുറച്ച് ഉഴുന്ന് പരിപ്പ്, 4 കോഴിമുട്ട, കടുക്, വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്, ഒരല്പം മഞ്ഞൾപ്പൊടി. ഇനി ഒരു പാത്രം വെച്ച് പാത്രം ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ആ ഉഴുന്ന് പരിപ്പ് അതും കൂടെ ചേർക്കാം. അതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉഴുന്ന് പരിപ്പിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ കളറാകണം. ഇപ്പോൾ ഇതായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവോള ചേർത്ത് കൊടുക്കാം. അതൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സവോള പെട്ടെന്ന് ഒന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് വഴന്ന് വരണം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചിയും പച്ചമുളകും അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്നും കൂടെ ഇളക്കി കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ആ സവോളയെല്ലാം നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മാത്രം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച 4 കോഴിമുട്ടയാണ്. അതിലേക്ക് ഒരല്പം മാത്രം ഉപ്പിട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ സവോളയിലും നമ്മൾ ഇടിയപ്പത്തിൻ്റെയൊക്കെ ഉപ്പുള്ളതാണ്. അത് കാരണം ഒരല്പം മാത്രം ഇട്ടാൽ മതി. അത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി, മുട്ട പെട്ടെന്ന് തന്നെ ഒന്ന് വെന്ത് കിട്ടും. തീ സിമ്മിൽ ഇടണം. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ആയി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഇടിയപ്പം നമ്മൾ കൈകൊണ്ട് തന്നെ ചെറുതായി എല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇടിയപ്പം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു ബിരിയാണിയാണിത്. രാവിലത്തെ ഇടിയപ്പം മിച്ചം വന്നിട്ടുണ്ടെങ്കിൽ അത് കളയണ്ട. നമുക്ക് വൈകിട്ട് കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു വിഭവം കൂടിയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക.